മരണത്തിന് തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ട് ഒത്തിരി. അങ്ങനത്തെ കൈകളും ഒക്കെ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അറിയാൻ പറ്റും മരണം സാറേ, മരിച്ച ഒരു പയ്യന്റെ ഒരു കൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് 10-20 ദിവസം ഇങ്ങനെ വിരലിങ്ങനെ തുറക്കാതെ, കൈ ഇങ്ങനെ തുറക്കാതിരിക്കാൻ കുട്ടി. അപകടങ്ങൾ അത് മുൻകൂട്ടി അറിയാൻ പറ്റും. അപകടങ്ങൾ തീർച്ചയായിട്ടും മുൻകൂട്ടി അറിയാൻ പറ്റും. അത് ഞാൻ നേരത്തെ സാറിൻ്റെ അടുത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആയുർ രേഖയും നല്ല ഹൃദയരേഖ ഉള്ള ഒരാൾ നമ്മളോട് നല്ല വ്യക്തിത്വവും ആത്മാർത്ഥതയും കാണിക്കും. ഹൃദയരേഖ വ്യാഴമണ്ഡലത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും വ്യക്തി നല്ല ഒരാളാണ്. ഈ പെരുവിരലിന് നല്ല നീളവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കലാകാരന്മാർ എല്ലാം നല്ല എഫിഷ്യൻസി എല്ലാം ഉണ്ടായിരിക്കും. അതേസമയം ഈ പെരുവിരൽ ബാക്കിലോട്ട് വളഞ്ഞിരിക്കുകയാണെങ്കിൽ നമസ്കാരം, എല്ലാവർക്കും അമേസിംഗ് റേയിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ചാനലിൻ്റെ വിജയം. ഇന്ന് നമ്മോട് സംസാരിക്കാൻ ഹസ്തരേഖയുമായി വളരെ പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങളാണ്. വത്സല മേഡമാണെന്ന് കൂടുതലുള്ളത്. നമുക്ക് സ്വാഗതം ചെയ്യാം. മേഡം സാർ, നമസ്കാരം സാറേ. ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? ആ വ്യക്തി ഇന്നതാണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സ്വഭാവങ്ങൾ ഇതാണ്. അപ്പം നമുക്ക് ഒന്ന് പ്രിക്കോഷൻ എടുക്കാമല്ലോ. ഒരു സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ പോകുന്നു, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നു, നമുക്കത് ആ വ്യക്തിയെ കണ്ട് അറിഞ്ഞ് നമുക്ക് സൈഡായി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാമല്ലോ. വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാതെ, പരിക്കുകളൊന്നും ഉണ്ടാവാതെ പോകാമല്ലോ. അതെങ്ങനെ നമുക്ക് ഹസ്തരേഖയിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? ഒരു വ്യക്തിക്ക് ആത്മാർത്ഥതയുണ്ടോ? ഇപ്പം നമ്മളെല്ലാവരും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്നവരെ, സാറിന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. നമുക്ക് വരുന്ന വ്യക്തി ആത്മാർത്ഥത ഇല്ലാത്ത ഒരു വ്യക്തിയെ പിടിച്ചോടെ ഇടുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനം പൊട്ടിപ്പൊളിയും, ഉറപ്പാണ്. അതുപോലെ തന്നെ വ്യക്തിത്വം ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് വൺ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വ്യക്തിത്വം എന്നുള്ളത്. അത് നമുക്ക് ഈ പെരുവിരൽ നോക്കി നമ്മളെ വ്യക്തിത്വം മനസ്സിലാക്കാം. വ്യക്തിത്വവും ആത്മാർത്ഥത ഹൃദയരേഖ നോക്കി ഹൃദയരേഖ നോക്കി നമുക്ക് വ്യക്തിത്വം മനസ്സിലാക്കാൻ പറ്റും. നല്ല ഹൃദയരേഖ ഉള്ള ഒരാൾ നമ്മളോട് നല്ല വ്യക്തിത്വവും ആത്മാർത്ഥതയും കാണിക്കും. ഹൃദയരേഖ വ്യാഴമണ്ഡലത്തിലാണ് പോകുന്നതെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും വ്യക്തി നല്ല ഒരാളാണ്. പെരുവിരൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളീസ് പറയും തള്ളവിരൽ എന്നൊക്കെ പറയും, അത് പറയാറുണ്ട്. പെരുവിരലാണ്. ഈ പെരുവിരലിന് നല്ല നീളവും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല കലാകാരന്മാർ എല്ലാം നല്ല എഫിഷ്യൻസി എല്ലാം ഉണ്ടായിരിക്കും. അതേസമയം ഈ പെരുവിരൽ ബാക്കിലോട്ട് വളഞ്ഞിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമാണ്. എൻ്റെ വിരൽ ഇത്രയും മറ്റുള്ളവരെ സഹായിക്കുക എല്ലാത്തിലും. പെരുവിരലും നല്ല നീളവും നല്ല വണ്ണവും നമ്മൾ പിടിച്ചാൽ സ്റ്റിഫായിട്ട് നിൽക്കുന്നത് ആണ്. അവർക്ക് നല്ല വ്യക്തിത്വമാണ്. നമ്മൾ അവരോടൊരു സീക്രട്ട് പറഞ്ഞാൽ അവരാരോടും പറയത്തൊന്നുമില്ല. നല്ല സ്റ്റിഫാ. മിലിറ്ററി, എയർഫോഴ്സ്, പോലീസ്, ഉന്നത തലങ്ങൾ, നമ്മുടെ നിയമം, നല്ല വ്യക്തിത്വമുള്ളവരെല്ലാവർക്കും ആ വിരലായിരിക്കും. അവർക്ക് ഭയങ്കര വ്യക്തിത്വം ഉണ്ടായിരിക്കും. താഴെയുള്ള ബറ്റാലിയൻസിനെയൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്യും, കൊണ്ടുപോകും. പെട്ടെന്നൊന്നും ആരുടെ കാര്യത്തിൽ ഇടപെടത്തില്ല, ആര് പറഞ്ഞതും കേൾക്കത്തില്ല. ഇങ്ങനെ കുറെ വ്യക്തിത്വമുള്ളവർ അവർക്ക് സ്നേഹ പ്രകടനവും കുറവായിരിക്കും. പ്രഹസനം കുറവായിരിക്കും. അതാണ് സ്നേഹപ്രകടനം ഇല്ല. പ്രഹസനം അതാണ് നല്ലത്. ഈ നല്ല സ്റ്റിഫായിട്ടുള്ള പെരുവിരലുള്ളവർക്ക് സ്നേഹപ്രകടനം നമുക്ക് വിശ്വസിക്കാം. മറ്റത് വീണിടം വിഷ്ണുലോകം. എവിടെ നല്ല വളയണവർ എവിടെ കൊണ്ടിട്ടാലും വ്യക്തിത്വം കുറവാണ്. ഇനി ഒരു വ്യക്തിത്വം ഇല്ലാത്തവരെപ്പോഴും ഇങ്ങനെ നടക്കും. ഇതൊരു യോഗയുടെ സിമ്പലാ. ചില ആണുങ്ങളൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിത്വം അല്ല, പിടിച്ചൊന്നിനും ചേർത്ത് കളയരുത്. ചില ആളുകൾ കുനിഞ്ഞിങ്ങനെ നടക്കും. എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, ഇങ്ങനെയുള്ളവർ നമ്മൾ ഒരിക്കലും എപ്പോഴും ഞാനായിരുന്നാലും ഇങ്ങനെ നോക്കും വ്യക്തിത്വം ഉണ്ടോയെന്ന്. ഈ വിരലിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഒരു കുട്ടിയെ പ്രസവിച്ച് കഴിഞ്ഞ് 10-20 ദിവസം ഇങ്ങനെ വിരലിങ്ങനെ തുറക്കാതെ, കൈ ഇങ്ങനെ തുറക്കാതിരിക്കുകയാണ് കുട്ടിക്ക് ഓട്ടിസമാണ്. ബ്രെയിനും നമ്മളെ ഇതും തമ്മിൽ ലിങ്ക്ഡാണ്. എത്ര ബുദ്ധിയുണ്ടെന്നറിയാം. അതാണ് ബുദ്ധി. അത് മനസ്സിലാക്കിയാണ് ദ്രോണാചാര്യ ഏകലവ്യന്റെ ഈ വിരൽ മുറിച്ച് കളഞ്ഞത്. എന്നുവെച്ചാൽ ഇനി ആ ഒരു പഴയ കാലത്ത് ഫോറിനിലൊക്കെ എന്തെങ്കിലും കുറ്റം ചെയ്ത് ഈ വിരലിനെ മുറിച്ച് കളയും. ഇത് ഭയങ്കര വ്യക്തിത്വമുള്ളൊരു വിരൽ, ഇതില്ലെങ്കിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മളെ ഭയങ്കര വ്യക്തിത്വമാണ്. നല്ല സ്റ്റിഫ് ആവണം. ഒരുപാട്
ഇപ്പം വിരലിൻ്റെ കാര്യം പറഞ്ഞു. ഈ അതുപോലെ തന്നെ ഈ വ്യക്തികളുടെ കഴിവുകൾ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഉണ്ടോ ഹസ്തരേഖയിൽ? എന്തിന്റെ കഴിവ്? കഴിവ് ഇപ്പോൾ ഒരാൾക്ക് പാടാനുള്ള കഴിവുണ്ട്, ഒരാളിന് വരയ്ക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ഒരാൾക്ക് ബിസിനസ് നല്ല രീതിയിൽ നടത്താനുള്ള കഴിവുണ്ട്. അങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന? തീർച്ചയായിട്ടും നമ്മളെ കഴിവുകൾ കൈ കൊണ്ടുവരുമ്പോൾ തന്നെ അറിയാം നല്ല കഴിവുകളുണ്ട്. നമ്മുടെ വിരൽ മാത്രം നോക്കി, ചട്ടുക വിരല് കഴിവുള്ള വിരലാണ്. ചട്ടുകോന്നിന് വിരലുണ്ട്. നമുക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് നന്ന ചതുര വിരലുണ്ട്, സൂചിയുടെ വിരലുണ്ട്. ചട്ടുക വിരലാണെങ്കിൽ എന്ത് സാധനവും കണ്ടുപിടിക്കും. ഇപ്പൊ റെഫ്രിജറേറ്റർ വർക്ക് ചെയ്യുന്നില്ല, വന്ന ചട്ടുക വിരലോടെ കണ്ടുപിടിച്ച് ശരിയാക്കുന്നത്. അതുപോലെ തന്നെ റേഡിയോ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ സർവ്വ ഉപകരണങ്ങൾ നന്നാക്കുന്നതും ഇലക്ട്രിസിറ്റി ബോർഡിൽ മുകളിലൊക്കെ കയറി അതെല്ലാം ചട്ടുക അവർ എന്റെ സാധനം ഉണ്ടാക്കുകയും ചെയ്യും. നല്ല എഫിഷ്യൻസിയാണ് അവരുടെ കഴിവ്. നമുക്ക് അവിടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഏത് വിരല് നമുക്ക് എന്ത് എഫിഷ്യൻസി ഉണ്ടെങ്കിലും സൂര്യരേഖ തെളിയണം, എങ്കിലും അവർ ഫേമസ് ആവുള്ളൂ. അല്ലെങ്കിൽ കുടത്തിനകത്ത് വിളക്ക് പോലെ ഇരിക്കും. അതെ, സൂചിയുടെ ആകൃതിയുള്ള വിരലുണ്ട്. നല്ല കഴിവാ സൂചി. കലാകാരന്മാരാ. ആ കലാകാരൻ പാടും, ഡാൻസ് കളിക്കും, കഥാപ്രസംഗം എല്ലാം ഉണ്ട്. സൂചിയുടെ മൊത്തം സൂചിയുടെ ആകൃതി, നല്ല നീളവും കാണും. കൈ മൊത്തം സൂചിയായിരിക്കും. പക്ഷെ അവരും പ്രശസ്തി വരണമെങ്കിൽ നല്ല സൂര്യരേഖ വേണം, മണ്ഡലങ്ങളെല്ലാം ഉയർന്നിരിക്കണം. എങ്കിലും അതുപോലെ ഭാഗ്യരേഖ നല്ല നല്ല ലൈറ്റ് അല്ല, ഡാർക്ക് ആവണം. ഇങ്ങനെ പോലെ ചതുര കൈക്കാര് അത് അവർ എല്ലാ കൈക്കും എഫിഷ്യന്റ് ആണ്. പക്ഷെ പിന്നെ ഈ ചട്ടുക വിരലും ചട്ടുക കൈക്കാരാണ് ലോകത്ത് എന്തെല്ലാം കണ്ടുപിടിച്ചിട്ടുള്ളത്. അതെല്ലാം ചട്ടുക കൈയാണ്. അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും പരിചയമില്ല അങ്ങനെ റിസർച്ചിൽ ഇന്ന ആള് ഇപ്പം ഐൻസ്റ്റീൻ, വാസ്കോഡി ഗാമ 1498 കാപ്പാട് വന്നിറങ്ങി. പിന്നെ തുർക്കികള് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോഴും അത് നമുക്ക് അറിയാവുന്ന പഠിച്ചിട്ടുള്ളതാ. അദ്ദേഹം ഒരു പായ്ക്കപ്പലും കൊണ്ടാണ് ഇറങ്ങിയത്. അത്ര ധൈര്യമാണ്. അപ്പം ധൈര്യമാണെങ്കിൽ നേരത്തെ സാർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഈ പെരുവിരലിന്റെ ആ പെരുവിരൽ സ്റ്റിഫാണ്. മറ്റേ ഇങ്ങനെ വളഞ്ഞ് ബാക്കിലോട്ട് ഇരിക്കുകയാണെങ്കിൽ അയ്യോ എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ടോ എന്റെ മക്കൾ എന്നെ കളഞ്ഞിട്ടോ ഇത്രയും ദിവസം അവിടെ ചെന്ന് കിടന്ന മറ്റേ അങ്ങനെയൊന്നും ചിന്തിക്കത്തില്ല. ചട്ടുക ആയിരിക്കും. ചട്ടുക ആണ് സാർ. ചട്ടുക കയ്യ അദ്ദേഹത്തിന്. കൊളംബസ്, ഡെൻസിങ് ഹിലാരി, നമ്മൾ എല്ലാം പറയാൻ നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ സാധനം കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം ഈ ഇത് ഇത്രയും പഴക്കമുള്ള ആളുകളാണ്. ഇപ്പം ഇതിന്റെ രേഖകളും കൈയൊക്കെ എങ്ങനെ അറിയാൻ പറ്റും മേഡത്തിന്? എനിക്ക് അറിയാൻ പറ്റും സാറേ, ഞാൻ പഠിച്ചതല്ലേ. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണോട് നല്ലവണ്ണം എനിക്കറിയാം. ഞാനിപ്പോ എന്റെ സ്റ്റുഡൻസിനെല്ലാം ചട്ടുക കൈ പഠിപ്പിച്ചിട്ട് അയച്ചു കൊടുക്കും. പടം ഫിഗർ അയച്ചു കൊടുക്കും. ചട്ടുക എന്ന് പറഞ്ഞാൽ പകുതി ഭാഗം വരെ പൊടിക്കുപ്പി പോലെ ഇരിക്കും, ചെറിയ സ്ക്വയർ. ബാക്കി ഭാഗം പൊങ്ങി നല്ല നീടിങ്ങനെ നന്നായിട്ട് അറിയാൻ പറ്റും. കഴിവുള്ളവരാ. പക്ഷെ അവർക്കും ഭാഗ്യരേഖ തെളിഞ്ഞിട്ടുള്ള സൂര്യരേഖ ഇല്ലെങ്കിൽ കഴിവുണ്ട്, മിണ്ടാതെ ഒരു മൂല ചെന്നിരിക്കും. ആ ഒരു ആറ്റിറ്റ്യൂഡ് പാടില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ നമുക്ക് എന്തില്ലെങ്കിലും ഈശ്വരനെ വിളിച്ച് ഡെവലപ്പ് ചെയ്യാൻ പറയും. തീർച്ചയായിട്ടും. എന്തായാലും അത് ഓക്കെയാണ്. അപ്പം അങ്ങനെ ഒരു കഴിവുള്ളവരെ ഓക്കെ. അപ്പം ഇതുപോലെ തന്നെയാണ് നമ്മൾ ചില അപകടങ്ങൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഈ അപകടങ്ങൾ അത് മുൻകൂട്ടി അറിയാൻ പറ്റും. അപകടങ്ങൾ തീർച്ചയായിട്ടും മുൻകൂട്ടി അറിയാൻ പറ്റും. അത് ഞാൻ നേരത്തെ സാറിനടുത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ആയുർ രേഖയും പിന്നെ ബുദ്ധിരേഖയും ഹാർട്ട് അറ്റാക്ക് പോലും അറിയാവുന്നതാണ്. അറ്റാക്ക് അറിയാം. അതൊരു അപകടമാണല്ലോ. സാർ അറ്റാക്ക് അറിയാം. നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഹൃദയത്തിന്. അതാണ് ഞാൻ ആരോഗ്യരേഖയെ പറ്റി സാറിനോട് ഞാൻ പറഞ്ഞത്. ഇതിങ്ങനെ ഒരു നദി പോലെ ഇങ്ങനെ വരെയാണ്. ഏത് ആരോഗ്യരേഖ. ആദ്യം ഹൃദയരേഖ ചെയ്യുമ്പോൾ അവിടെ ഒരു കറുപ്പുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരെയുള്ള ചാൻസ് ഉണ്ടെന്ന് പറയാം. അല്ലെങ്കിൽ അവിടെ ഒരു ദീപടയാളം ഉണ്ടെങ്കിൽ നമുക്ക് യവം, ഗോതമ്പിന്റെ ആകൃതി, ഇതെല്ലാം നമുക്ക് ആരോഗ്യരേഖയിൽ വരും. ഇനി ആരോഗ്യരേഖ ചോപ്പാകാൻ പാടില്ലെന്നും പറയും. നമ്മൾ പറഞ്ഞ മലമ്പനി എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആരോഗ്യരേഖ വെച്ച്. ഇപ്പൊ ഡോക്ടേഴ്സിന് നമുക്ക് പഴയ കാലത്തൊക്കെ ഒരു നഖം വെച്ച് ഡോക്ടേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ടോ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എൻ്റെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കേനെ കൈനോക്കി ഇത് പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് ആൾക്കാർക്ക്. എന്നുവെച്ചാൽ നമ്മൾ അസുഖം പറഞ്ഞു. അപ്പൊ ഞാൻ അതിന്റെ മന്ത്രവും കൂടെ പറഞ്ഞു കൊടുക്കും. വരാതിരിക്കാനും അസുഖം ഭേദമുള്ള മന്ത്രം, ധന്വന്തര മന്ത്രവും കൂടെ നിങ്ങൾ ജപിക്കുമെന്ന് പറയും. ജപിച്ച് ശരിയാക്കി എടുക്കാൻ പറയും. ശരിക്കും അതൊക്കെ സന്തോഷമാണ്. അവരുടെ സന്തോഷം എന്താണ് നമ്മുടെ ആത്മാവിൽ വന്ന് നമ്മുടെ കുടുംബത്തിൽ വന്ന് തീർച്ചയായിട്ടും. ഇങ്ങനെ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിക്കോഷൻസ്, ആഹാരം ക്രമീകരിക്കാം.
നമുക്ക് നടത്തവും വ്യായാമവും ഒക്കെ നമുക്ക് ഇന്ന് മുതൽ തുടങ്ങാം എന്നൊക്കെ ഒരു മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും ആ അല്ലേ? സാർ പിന്നെ ഒരു കാര്യം സാറേ, അസുഖമുള്ളവർ വരുമ്പോഴേ അവർക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ സന്തോഷവും സ്നേഹമാണ് എന്നോട്. കാരണം അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആശ്വാസം കൂടെയാ. തീർച്ചയായും. അല്ലാതെ നിങ്ങൾ മരിക്കും നമ്മൾ മരിക്കും, മരണം വരും, മരണത്തിന് തിരിച്ചറിയാൻ മാർഗങ്ങളുണ്ട് ഒത്തിരി. അങ്ങനത്തെ കൈകളും ഒക്കെ എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ അറിയാൻ പറ്റും മരണം സാറേ, മരിച്ച ഒരു പയ്യൻ്റെ ഒരു കൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മുടെ ഈ ആയുർ രേഖയിൽ ഞാൻ കണ്ട കാര്യമാണ്, ഈ ചങ്ങല പോലെ വന്നിട്ട് ഒരു കറുത്ത സ്പോട്ട്, പിന്നെയും ചങ്ങല പോലെ വന്നിട്ട് ഒരു കറുത്ത സ്പോട്ട്, പിന്നെയും ചങ്ങല മൊത്തം അത് കറുപ്പ്. ആ പയ്യൻ 28 വയസ്സിലാണ് മരിച്ചത്. ഫിറ്റാണ് വന്നതെങ്കിൽ നേരത്തെ ഇത് ഉണ്ടായിരുന്നല്ലോ. ഒരു ദിവസം കൊണ്ടല്ല ഇത് വരണത്, ഒരുപാട് കാലങ്ങൾക്ക് ഇപ്പം ഇതുണ്ട്. അതിന് ഫിറ്റ് വരുമായിരുന്നു എന്ന് പറഞ്ഞു. മരിച്ചതിന് ശേഷം എൻ്റെ ബ്രദർ എനിക്ക് അയച്ചു തന്നത്, ആ പയ്യൻ എന്നെ കാണാൻ വന്നു. അപ്പം എൻ്റെ അടുത്ത് ആ കൈ തന്നപ്പോൾ ഞാൻ കണ്ടുപിടിച്ച അതേപോലെ ഞാൻ ചൊവ്വാ മണ്ഡലത്തിലൊരു കറുപ്പ് കണ്ടു, ശുക്രമണ്ഡലത്തിലും കറുപ്പ് കണ്ടു. ഭർത്താവ് മരിക്കുമ്പോൾ, ഒരു സ്ത്രീയുടെ ഭർത്താവ് മരിക്കുമ്പോൾ ആ സ്ത്രീയുടെ സുഖം പോവുകയാണ് ചെയ്യണത്. അന്നേരം നമുക്കത് മനസ്സിലാക്കാം, ശുക്രമണ്ഡലത്തിൻ്റെ താഴെ ഭാഗത്ത് നമ്മുടെ വിവാഹരേഖ ഹൃദയരേഖയിലോട്ട് പോകുന്ന മാത്രമല്ല, ശുക്രമണ്ഡലത്തിൽ നല്ലൊരു കറുപ്പ്, അവരുടെ സുഖം പോയി എന്നാണ്. ഇതിനെന്തെങ്കിലും മാർഗം ഇപ്പം മരണത്തിന് നേരത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ മരണത്തിന് തീർച്ചയായിട്ടും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്ക് കുറേയൊക്കെ അവർ പറഞ്ഞ് തിങ്കളാഴ്ച വ്രതമൊക്കെ എടുക്കാൻ പറയാം. ഭഗവാൻ രക്ഷിക്കും, കുറേയൊക്കെ ഭഗവാൻ രക്ഷിക്കും എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്.